അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഒരിക്കലെങ്കിലും അറ്റ്ലീസ്റ്റ് ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും റിസർവ് ചെയ്യാത്ത കമ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ റിസർവ് ചെയ്യാതെ ബസ്സിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ റിസർവ് ചെയ്തിട്ടൊന്നുമല്ല, റിസർവ് ചെയ്തിട്ട് യാത്രകൾ ചെയ്യാറുണ്ട്. പക്ഷെ നിങ്ങൾ 2 തവണ നിങ്ങൾ ആലോചിച്ചാൽ എന്താണ് വ്യത്യാസം? റിസർവ് ചെയ്യാത്ത കമ്പാർട്ട്മെന്റ് പോയി കഴിഞ്ഞാൽ ആൾക്കാർ തിക്കി തിരക്കി കയറി എല്ലാ സീറ്റിലും ഫുൾ ഓക്യുപ്പൈഡ് ആയിരിക്കും അല്ലേ? ബസ്സിലും അങ്ങനെ തിരക്കുള്ള ബസ്സൊക്കെ നിങ്ങൾ നോക്കിയാൽ ആരും റിസർവ് ചെയ്തിട്ടൊന്നുമല്ല വരുന്നത്. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ അതേ ട്രെയിനിലോ അല്ലെ അതേ ബസ്സിലോ റിസർവ് ചെയ്ത ഭാഗം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? റിസർവ് കമ്പാർട്ട്മെന്റിൽ ഇതുപോലെ തിക്കും തിരക്കൊന്നുമില്ല. ആൾക്കാർക്ക് അവർക്ക് അലോട്ട് ചെയ്ത സീറ്റിലും ബർത്തിലും ഒക്കെ ആൾക്കാർ സ്വസ്ഥമായി സമാധാനമായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ എലമെന്റ്സിന്റെ കാര്യം എടുക്കുക. എലമെന്റ്സിൽ ആറ്റംസ് ഉണ്ട്, ആറ്റംസിൽ ഇലക്ട്രോൺസ് ഉണ്ട് നമുക്കറിയാം. അപ്പൊ ഈ ഇലക്ട്രോൺസ് ഒക്കെ എങ്ങനെയായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക? നമ്മളിപ്പോൾ കണ്ടു, ചില ട്രെയിനുകളിലൊക്കെ നമുക്ക് എന്ത് പറയാം, അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റ് ഉണ്ട്. അതുപോലെ അവിടെ എങ്ങനെ ആൾക്കാർ തിക്കിത്തിരക്കി വരും. അതുപോലെ എലമെന്റ്സിൽ നമുക്ക് പറയാൻ പറ്റുമോ? ആറ്റത്തിൽ ഇലക്ട്രോൺസ് ഇങ്ങനെ തിക്കിത്തിരക്കിയിട്ടാണോ നിൽക്കുന്നത്? എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റ് ഓർഡർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ ഓർഡറുകൾ ഉണ്ട്. ആ ഇലക്ട്രോണിന്റെ ഓർഡറാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നൊക്കെ പറയുന്നത്. സോ ഈ ഇലക്ട്രോണിന്റെ പലതരം കോൺഫിഗറേഷൻ കൊണ്ട് പലതരത്തിലുള്ള എലമെന്റ്സ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ എലമെന്റ്സിനൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? പീരിയോഡിക് ടേബിൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ നമ്മൾ പീരിയോഡിക് ടേബിളിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണെന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ. സോ പീരിയോഡിക് ടേബിളിന്റെ കൂടുതൽ കാര്യങ്ങൾക്ക് പറയുന്നതിന് മുന്നേ നമുക്ക് പീരിയോഡിക് ടേബിളിന്റെ ഒരു ഹിസ്റ്ററി നോക്കാം. ഇപ്പോഴുള്ള നമ്മുടെ പീരിയോഡിക് ടേബിൾ നമ്മൾ എന്ത് പറയുന്നു? മോസ്ലി എന്നൊരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ച മോസ്ലിസ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നു. അതിനേക്കാളും മുന്നേയുള്ള 3 പ്രധാന തിയറീസ് ഉണ്ട്. നിങ്ങൾ ഇതൊന്നും പഠിച്ചിരിക്കേണ്ട, ജസ്റ്റ് ഒരു റിവിഷന് വേണ്ടിയിട്ടാണ്. ആദ്യം ഡോബറിൻ എന്ന സയന്റിസ്റ്റ് ട്രയാഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അറേഞ്ച്മെന്റ് മെക്കാനിസം കണ്ടുപിടിച്ചു. അതനുസരിച്ചിട്ട് എന്താണ്, എലമെന്റ്സിനെ മൂന്ന് എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പ് ആക്കി. എലമെന്റ് എ, ബി, സി എന്നിങ്ങനെ ഒരു 3 ഗ്രൂപ്പ് ആക്കി. അതിൽ ബി എന്ന എലമെന്റിന്റെ ആറ്റോമിക് മാസ് എന്താണ്? സിയുടെയും എയുടെയും ആറ്റോമിക് മാസുകളുടെ ആവറേജ് എന്നാണ് ഡോബറിനർ പറഞ്ഞത്. പക്ഷേ ഈ തിയറിയും വർക്കൗട്ട് ആയില്ല. കാരണം എല്ലാ എലമെന്റ്സിനെയും നമുക്ക് ഇങ്ങനെ മൂന്ന് എലമെന്റ് ഉള്ള ഗ്രൂപ്പുകളാക്കി ട്രയാഡ്സ് ആയിട്ട് മാറ്റാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. സോ അതിനുശേഷം പിന്നെ ന്യൂലാൻഡ് എന്നൊരു സയന്റിസ്റ്റ് വന്നു, ഒക്ടേവ്സ്. പുള്ളി പറഞ്ഞു ആറ്റോമിക് മാസ് വെച്ചിട്ട് നമ്മൾ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്താൽ എവറി 8th എലമെന്റ് ഹാസ് സിമിലർ പ്രോപ്പർട്ടീസ് എന്ന് പുള്ളി പറഞ്ഞു. പക്ഷേ ആസ് എക്സ്പെക്ടഡ് ഇതും മോസ്റ്റ് ഓഫ് ദ എലമെന്റ്സ് ഡിഡ് നോട്ട് സാറ്റിസ്ഫൈ അക്കോർഡിംഗ് ടു ദിസ് തിയറി. സോ ഇതിന് ശേഷം ആറ്റോമിക് മാസ് ബേസ് ചെയ്തിട്ട് തന്നെ മെന്റലീഫ് എന്നൊരു സയന്റിസ്റ്റ് ഒരു പീരിയോഡിക് ലോ കൊണ്ടുവന്നു. അതനുസരിച്ച് പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യമുള്ളൂ, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ ദ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ആറ്റോമിക് മാസസ്. അങ്ങനെ പറഞ്ഞ എന്താണ്? അതായത് ഏതൊരു എലമെന്റിന്റെയും ഓരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ ഫിസിക്കൽ ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, അല്ലെങ്കിൽ അതിന്റെ റിയാക്ഷൻ ടെൻഡൻസി, ഓക്സിഡൈസിങ് ഏജന്റ് ആണോ, റെഡ്യൂസിങ് ഏജന്റ്, അങ്ങനെ പല പ്രോപ്പർട്ടീസ് ഒക്കെ ഏത് ബേസ് ചെയ്തിട്ടാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞത്? ആറ്റോമിക് മാസ് ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ അതും ഇൻ ഫ്യൂച്ചർക്ക് ഒരുപാട് ഡ്രോബാക്സ് കണ്ടു, അതും തള്ളിക്കളഞ്ഞു. അതിനുശേഷമാണ് മോസ്ലി എന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ മോഡേൺ പീരിയോഡിക് ലോ കൊണ്ടുവന്നത്. സോ മോഡേൺ പീരിയോഡിക് ലോ അനുസരിച്ചിട്ട് ഒരു എലമെന്റിന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിന്റെ ആറ്റോമിക് നമ്പറിനെ പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ടാണ്. ദാറ്റ് മീൻസ് physical and chemical properties of an element is defined by the periodic functions of their corresponding atomic number. So atomic number എന്താണ്? atomic number നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് Z. atomic number will be equal to എന്താണ്? number of electrons or number of protons ആണ്. ഓക്കെ. സോ അതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പീരിയോഡിക് ടേബിൾ ഈസ് എൻറ്റയർലി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് എ കറസ്പോണ്ടിങ് എലമെന്റ്. സോ നമുക്ക് ഇതിനെപ്പറ്റി വിശദമായിട്ട് പഠിക്കാം. ഓക്കെ. സോ ഇതാണ് ഇപ്പോഴത്തെ മോസ്ലിസ് പീരിയോഡിക് ലോ അനുസരിച്ചിട്ടുള്ള പീരിയോഡിക് ടേബിൾ. ഈ പീരിയോഡിക് ടേബിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദർ ആർ ഒരു 7 റോസ് ഉണ്ട്. ഈ 7 റോസിൽ നമ്മൾ പറയുന്ന പേരാണ് പീരീഡ്സ് എന്ന് പറയും. ഓക്കെ. അതുപോലെ 18 ഗ്രൂപ്പ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ദീസ് കോളംസ് യു ആർ സീയിങ്, അതിനാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുക. അപ്പം 1 തൊട്ട് 18 വരെ there are 18 groups in the periodic table. So there are 7 periods and 18 groups. ഇതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഓക്കെ. സോ ഇങ്ങനെയാണ് അറേഞ്ച്മെന്റ്, നിങ്ങൾ കാണുക. ഓക്കെ. പരിചയമുള്ള ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. സോ നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. സോ ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിന്, അതായത് നമ്മുടെ ഇലക്ട്രോണിനൊക്കെ അറേഞ്ച് ചെയ്യാം ആറ്റത്തിൽ ഡെഫിനിറ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. സോ ഇങ്ങനെ ഇലക്ട്രോൺ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ള വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്ത്, അതിനാണ് അത് ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്ന വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ. ആ ഷെല്ലിലായിരിക്കും ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നത്. ഷെല്ലിൽ നമ്മൾ N എന്നൊരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഷെല്ലിന്റെ പേര്
എൽ, എം, എൻ എന്നിങ്ങനെ പേര് കൊടുക്കുകയാണ് നമ്മൾ. ഇപ്പം എൻ അതായത് ഷെല്ലിന്റെ നമ്പർ 1 ആണെങ്കിൽ കെ ഷെല്ലിൽ നിന്നും, 2 ആണെങ്കിൽ എൽ ഷെല്ലിൽ നിന്നും, 3 ആണെങ്കിൽ എം, 4 ആണെങ്കിൽ എൻ, അങ്ങനെ അങ്ങനെ പോകും. പിന്നെ വേറൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനർജി ഓഫ് ഷെൽസ്. ഷെല്ലിന്റെ എനർജി ന്യൂക്ലിയസിൽ നിന്ന് പുറത്തോട്ടേക്ക് വരും. ദാറ്റ് മീൻസ് വെൻ ദ ഷെൽസ് ഗോ ഫ്രം ഔട്ട്വേർഡ്സ് ഫ്രം ദ ന്യൂക്ലിയസ്, എനർജി ഓഫ് ദ ഷെൽ വിൽ ഇൻക്രീസ്. സോ കെ ഷെല്ലിന്റെ എനർജി ഏറ്റവും കുറവും എൻ ഷെല്ലിന്റെ എനർജി ഏറ്റവും കൂടുതലുമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും? നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു, ഇലക്ട്രോൺസ് ഇങ്ങനെ റാൻഡം ആയിട്ട് ഇഷ്ടം പോലെ we cannot occupy many number of electrons in a particular shell. So there is a particular quantity or particular quantity of electrons which can occupy in a single shell. So the number of electrons which can occupy in a shell എങ്ങനെയാണ് 2n സ്ക്വയർ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഒരു ഷെല്ലിൽ നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്നത്. ഈ എൻ എന്താണ്? എൻ എന്ന് വെച്ചാൽ ഷെല്ലിന്റെ നമ്പർ ആണ്. സോ അപ്പൊ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും? n ഈക്വൽ ടു 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 സ്ക്വയർ, സോ 2 ഇലക്ട്രോൺസ് ആയിരിക്കും. എൽ ഷെൽ ആണെങ്കിൽ 2 ഇൻറ്റു 2 സ്ക്വയർ, ദാറ്റ് മീൻസ് 4, സോ 8 ഇലക്ട്രോൺസ് ആയിരിക്കും. അതുപോലെ എം ഷെല്ലിൽ എന്തായിരിക്കും? 2 ഇൻറ്റു 3 square, which correspond to 2 into 9, 18 electrons. So n ഷെല്ലിൽ എത്രയായിരിക്കും? 2 into 4 square, 2 into 16, which will correspond to 32 electrons. Okay? So shells. See, electrons ഷെല്ലിൽ മാത്രമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഒരു ഷെൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ റിവോൾവ് ചെയ്യും. നമ്മൾ ഈ സർക്കുലർ പാത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ 2 ഡയമെൻഷണൽ ഇമേജ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു 2 ഡയമെൻഷനിൽ നമ്മൾ സർക്കിൾ വരക്കുവാണ്. ഒരു സർക്കിൾ ഒരു 2 ഡയമെൻഷണൽ ഇമേജ് ആണെന്ന് പറയാം. പക്ഷെ നമ്മളൊരു 3 ഡയമെൻഷനിൽ നോക്കുവാണെങ്കിൽ സർക്കിൾ ഈസ് ആക്ച്വലി എ പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ. സോ നമ്മൾ ഷെൽസ് എന്താണെന്ന് കണ്ടു. അപ്പൊ ഷെൽ എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു സർക്കുലാർ ഓർബിറ്റ് ആണ് ഷെൽ എന്നാണ് നമ്മൾ പറഞ്ഞത്, അല്ലേ? പക്ഷേ ഈ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ജസ്റ്റ് എ പ്രൊജക്ഷൻ ഓഫ് എ സ്ഫിയർ. സോ ഒരു 3 ഡയമെൻഷണൽ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ഷെൽസ് ഒരു സ്ഫെറിക്കൽ ഏരിയ ആണ്. അപ്പൊ ഈ സ്ഫെറിക്കൽ ഏരിയയിൽ തന്നെ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യാൻ സാധ്യതയുള്ള ഡിഫറെന്റ് എനർജി ലെവൽസ് ഉണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു ബസ് എടുക്കുകയാണ്, KSRTC ബസ് അല്ലെങ്കിൽ ട്രെയിനൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കിപ്പം S4 കമ്പാർട്ട്മെന്റിൽ നമ്മൾ സീറ്റ് നമ്പർ 21 ആണെങ്കിൽ നമുക്ക് അവിടെ മാത്രമേ ഒക്യുപ്പൈ പറ്റൂ. S4 എന്നൊരു ആ ഒരു റീജിയനിൽ മാത്രമേ നമുക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റൂ. അതേപോലെ തന്നെ ഒരു ഷെൽ എടുത്താൽ ആ ഷെല്ലിൽ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന സബ് എനർജി ലെവൽസ് ഉണ്ട്. ഈ സബ് എനർജി ലെവൽസ് ഇൻ ഷെൽസ്, അതിനെയാണ് നമ്മൾ സബ് ഷെൽ എന്ന് പറയുന്നത്. സബ് എനർജി ലെവൽസ്, അവിടെ നിന്ന് സബ് എന്ന വേർഡ് വെച്ചിട്ട് സബ് ഷെൽ എന്ന് പറയും. സോ സബ് ഷെല്ലിന് നമുക്ക് SPDF എന്നിങ്ങനെ ലെറ്റേഴ്സ് വെച്ച് ഡിനോട്ട് ചെയ്യും. സോ നിങ്ങൾ ഈ ഫിഗറിൽ കണ്ടോ? ഈ ഫിഗറിൽ കാണുന്ന വെച്ചാൽ നമുക്കൊരു സ്ഫെറിക്കൽ ഏരിയ ആണ് ഇലക്ട്രോൺ. ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഒരു സ്ഫെറിക്കൽ ഏരിയ നിങ്ങൾ കണ്ട. ആ സ്ഫെറിക്കൽ ഏരിയയിൽ തന്നെ ഒരു പെർട്ടിക്കുലർ റേഡിയസിനുള്ളിൽ തന്നെ പല 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 സബ്ഷെൽ ഉണ്ട്, ഡിഫറെന്റ് ഏരിയാസ്. അവിടെയൊക്കെ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യും. ഓക്കെ, സോ നമ്മൾ കണ്ടു n സബ്ഷെൽസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഉദാഹരണത്തിന് ഷെല്ലിന്റെ നമ്പർ n ഈക്വൽ ടു 1 ആണെങ്കിൽ എത്ര സബ്ഷെൽസ് ഉണ്ടാവും? there will be 1 subshell. If n equal to 2, there will be 2 subshells. If n equal to 3, there will be 3 subshells and so on. So ഒരു ഷെല്ലിൽ n number of subshells ഉണ്ടാവും. So k ഷെൽ n equal to 1 ആണ്, അപ്പോൾ ഒറ്റ സബ്ഷെൽ. സിമിലർലി എല്ലിന് 2 സബ്ഷെൽ. m ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 സബ്ഷെൽ ഉണ്ടാവും. n ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 4 സബ്ഷെൽ ഉണ്ടാവും. കാരണം കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ദ ഷെൽ വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് സബ്ഷെൽസ് പ്രസന്റ് ഇൻ ദാറ്റ് ഷെൽ. ഓക്കെ, സോ ഈ സബ്ഷെൽ എടുത്താലും സബ്ഷെല്ലിൽ ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും പ്രോബിലിറ്റി കൂടിയ കുറച്ച് ഏരിയാസ് ഉണ്ടാവും. നമ്മളിപ്പം ചില ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില സ്ഥലത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും, അല്ലേ? അത് പക്ഷേ ട്രെയിനിൽ റാൻഡം ആണ്. പക്ഷെ ബസ്സിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഈ വിൻഡോ സീറ്റ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അപ്പർ ബർത്ത് മാത്രം പ്രിഫർ ചെയ്യുന്ന ട്രെയിനിലാണെങ്കിൽ സോ വിൻഡോ സീറ്റ് ഒക്കെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോൺസ് ഒരു സബ്ഷെല്ലിൽ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യത പ്രോബിലിറ്റി കൂടിയ ഏരിയാസ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റൽസ്. So orbitals are simply the regions where probability of finding the electrons is maximum. Okay? So ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും? ഒരു ഓർബിറ്റലിൽ മാക്സിമം 2 ഇലക്ട്രോൺസിന് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഷെൽ എന്താണെന്ന് കണ്ടു. ഷെല്ലിനുള്ളിൽ ഇലക്ട്രോൺ കാണാൻ സാധ്യത സബ് എനർജി ലെവൽ സബ്ഷെൽ ആണെന്ന് നമ്മൾ കണ്ടു. സബ്ഷെല്ലിൽ തന്നെ ഇലക്ട്രോണിനെ ഏറ്റവും കൂടുതൽ കാണാൻ പ്രോബബിലിറ്റി കൂടിയ ഓർബിറ്റൽസ് നമ്മൾ കണ്ടു. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്ത നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഷെല്ലും സബ്ഷെല്ലും അതുപോലെ ഓർബിറ്റൽസ് എന്താണെന്ന് കണ്ടു. ഇനി നമുക്ക് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഇലക്ട്രോൺസ് ഒക്കെ നമ്മൾ എലമെന്റിൽ ഉണ്ടെന്ന് കണ്ടു. അപ്പൊ ഈ ഇലക്ട്രോൺസിനെ എങ്ങനെയാണ് ഷെൽ വൈസ് അതിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്?
നമുക്ക് എത്ര ഷെൽ ഉണ്ട്? കെ ഷെൽ ഉണ്ട്, എൽ ഷെൽ ഉണ്ട്, എം ഷെൽ ഉണ്ട്, എൻ ഷെൽ ഉണ്ട്. അപ്പോൾ ഇലക്ട്രോൺസിനെ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റും? നമ്മൾ കണ്ടു കെ ഷെൽ, എൽ, എം, എൻ 4 ഷെൽസ് ആണ്. ഇതിൽ എത്ര ഇലക്ട്രോൺസ് ആണ്? 2 ഇലക്ട്രോൺസ്. എല്ലിൽ 8 ഇലക്ട്രോൺ, ഇവിടെ 18 ഇലക്ട്രോൺ, ഇവിടെ 32 ഇലക്ട്രോൺസ് നമ്മൾ 2n² എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിച്ചിട്ട് കണ്ടെത്തി. സോ ഓരോ എലമെന്റിലും അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തത് HLi Na അതുപോലെ കെ പൊട്ടാസ്യം. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ നേരത്തെ നിങ്ങൾ പീരിയോഡിക് ടേബിൾ കാണിച്ചത് ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ആണ്. അതായത് ഫസ്റ്റ് ഗ്രൂപ്പിൽ ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം ആൻഡ് പൊട്ടാസ്യം. ഓക്കെ, സോ ഈ ഒരു 4 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്ക് ആദ്യം വേണ്ടത് അതിന്റെ ആറ്റമിക് നമ്പർ വേണം. സോ ആറ്റമിക് നമ്പർ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. ലിഥിയത്തിന്റെ ആറ്റമിക് നമ്പർ ഇസ് 3. സോ എങ്ങനെയായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? ഇറ്റ് വിൽ ബി 2 1 ബിക്കോസ് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ മാത്രമേ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റൂ. സോ ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ സോഡിയത്തിന്റെ ആറ്റമിക് നമ്പർ 11 ആണ്. സോ ടോട്ടൽ നമ്പർ 11 ഇലക്ട്രോൺസ് ആർ 2 8 1. പൊട്ടാസ്യത്തിന്റെ 19 ആണ്. ദാറ്റ് ഈസ് 19 ഇസ് ആറ്റോമിക് നമ്പർ. സോ ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വുഡ് ബി 2 8 8 1. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോട്ടീസ് ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സെയിം ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ സെയിം ഗ്രൂപ്പിൽ കണ്ടോ നമ്പർ ഓഫ് ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് ആർ സെയിം. 1 2 1 2 8 1 2 8 8 1. All the cases, as you can see here, the number of electrons in the outer shell is remaining the same. So in a group, valence shell electrons are same. ഓക്കെ, ഇനി ഇതൊക്കെ ഏതൊക്കെ പീരീഡ്സ് ആണ്? നമ്മൾ നേരത്തെ ഞാൻ നിങ്ങൾക്ക് ചിത്രം കാണിച്ചപ്പോൾ കണ്ടു ഹൈഡ്രജൻ ബിലോങ്സ് ടു ദ ഫസ്റ്റ് പീരീഡ്, ലിഥിയം ബിലോങ്സ് ടു ദ സെക്കൻഡ് പീരീഡ്, സോഡിയം ബിലോങ്സ് ടു ദ തേർഡ് പീരീഡ് ആൻഡ് പൊട്ടാസ്യം ബിലോങ്സ് ടു ദ ഫോർത്ത് പീരീഡ്. സോ ഇതും നിങ്ങൾ ഈ പീരീഡ്സിന്റെ നമ്പറും കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ഷെൽസ് ഒന്ന് നോക്കി. ഹൈഡ്രജൻ ഫസ്റ്റ് പീരീഡ്, ഇറ്റ് ഹാസ് 1 ഷെൽ. ലിഥിയം ബിലോങ്സ് ടു സെക്കൻഡ് ഷെൽ and it has 2 shells. Sodium belongs to third period and it has 3 shells, and potassium has 4 shells and belongs to fourth period. So നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ നമ്പർ ഓഫ് പീരീഡ്, the corresponding number will be equal to the number of shells in that particular element. ഓക്കെ, അപ്പോൾ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ ഗ്രൂപ്പിലുള്ള സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അതിന്റെ ഔട്ടർ ഷെല്ലിലുള്ളത്. അതുപോലെ തന്നെ അതിന്റെ പീരീഡ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഷെൽസ്. ഓക്കെ, സോ നമ്മൾ ഷെൽസിലുള്ള ഇലക്ട്രോൺസ് കണ്ടു. അപ്പൊ നമ്മൾ കണ്ടു ഒരു ഷെല്ലിൽ എത്ര സബ്ഷെൽ ഉണ്ട്, n നമ്പർ ഓഫ് സബ്ഷെൽസ് ഉണ്ടെന്ന് കണ്ടു. ഇനി ഈ സബ്ഷെൽ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാന്നുള്ള കാര്യമാണ് അടുത്ത് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, സോ ഒന്നാമത്തെ ഷെൽ, അതായത് നമ്മൾ കെ ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടാമത്തത് എൽ ഷെൽ, മൂന്നാമത്തത് എം ഷെൽ, നാലാമത്തത് എൻ ഷെൽ എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ shell 2 electrons, 8 electrons, 18 electrons, 32 electrons. സോ പോസിബിൾ ആയിട്ടുള്ള സബ്ഷെൽ എന്ന് വെച്ചാൽ ഒറ്റ സബ്ഷെൽ ആണ്. ആ സബ്ഷെൽ ആണ് എസ് സബ്ഷെൽ. സോ എസ് സബ്ഷെൽ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ആദ്യം നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആ ഷെൽ നമ്പർ എഴുതുക, റൈറ്റ് ഹാൻഡ് സൈഡിൽ കറസ്പോണ്ടിങ് സബ്ഷെൽ നൊട്ടേഷൻ എഴുതുക. സോ യു ക്യാൻ സി ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് 1s. ആ പ്രൊനൗൺസ് ചെയ്യുന്ന എങ്ങനെയാണ് ശ്രദ്ധിക്കണം. 1s ആണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. സോ ഇതിൽ എത്ര ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും? ആകെ 2 ഇലക്ട്രോൺസ് മാക്സിമം ഫസ്റ്റ് ഷെൽ പോസിബിൾ. അപ്പൊ എസ് സബ്ഷെൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും? 2 ഇലക്ട്രോൺസ് അതെ. ഇനി എൽ ഷെൽ നോക്കുവാണെങ്കിൽ 2 സബ്ഷെൽ പോസിബിൾ ആണ്, എസിനെ കൂടാതെ പി കൂടി പോസിബിൾ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ആദ്യം ലൈക്ക് വി ഹാവ് പ്രീവിയസ്ലി എക്സ്പ്ലെയിൻ, ഷെൽ നമ്പർ നമ്മൾ ലെഫ്റ്റിൽ എഴുതുന്നു, സബ്ഷെൽ നൊട്ടേഷൻ റൈറ്റിൽ എഴുതുന്നു 2s. അതുപോലെ തന്നെ 2p. 2sൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം? എസിൽ നമ്മൾ കണ്ടു ആകെ മാക്സിമം 2 ഇലക്ട്രോൺസ് ആണ്. അപ്പൊ 2 റിമൈനിങ് 6 ഇലക്ട്രോൺസ് വിൽ ബി ഓൺ p orbital. So number of electrons in s orbital will be 2, number of electrons in p will be 6. അപ്പൊ നെക്സ്റ്റ് നോക്കുക, എം ഷെൽ തേർഡ് ഷെൽ ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 18 ആണ് പോസിബിൾ. അപ്പൊ അതിൽ എസ് പി കൂടാതെ 3 സബ്ഷെൽ ഉണ്ട്. മൂന്നാമത്തെ സബ്ഷെൽ ആണ് ഡി. അപ്പൊ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ആദ്യം ഷെൽ നമ്പർ ലെഫ്റ്റിൽ എഴുതുന്നു, കറസ്പോണ്ടിങ് സബ്ഷെൽ നൊട്ടേഷൻ റൈറ്റിലായിട്ട് എഴുതുന്നത്. അപ്പൊ 3s 3p 3d നമുക്ക് എഴുതാം. അപ്പൊ എസിൽ 2 ഇലക്ട്രോൺ നമുക്കറിയാം, പിയിൽ 6 ഇലക്ട്രോൺ എന്നറിയാം. സോ റിമൈനിങ് 10 ഇലക്ട്രോൺസ് വിൽ ബി ഓൺ ദ ഡി സബ്ഷെൽ. സോ ഡി സബ്ഷെൽ എത്രയായിരിക്കും? 10 ഇലക്ട്രോൺസ് ആയിരിക്കും. സോ ഇതുപോലെ തന്നെ നമുക്ക് നാലാമത്തെ ഷെൽ, ഫോർത്ത് ഷെൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രയാണ് നമുക്ക് ഡിനോട്ട് ചെയ്യേണ്ട. നമ്മൾ ഇവിടെ തന്നെ കണ്ടു എങ്ങനെ ഡിനോട്ട് ചെയ്യാം. 4s 4p 4d 4f. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി? കാരണം
ലെഫ്റ്റ് സൈഡിൽ ഷെൽ നമ്പറും റൈറ്റ് സൈഡിൽ അതിന്റെ സബ് ഷെൽ നൊട്ടേഷനും കൂടി എഴുതിയാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ സബ് ഷെൽ റെപ്രസെന്റേഷൻ എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ നേരത്തെ പോലെ എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, പിയിൽ 6 ഇലക്ട്രോൺ, ഡിയിൽ 10 ഇലക്ട്രോൺ. സോ എഫിൽ റിമൈനിങ് 14 ഇലക്ട്രോൺസ് വിൽ ബി ഓൺ ദ എഫ് സബ്ഷെൽ. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഈ സബ്ഷെൽ ക്ലിയർ ആണല്ലോ. എസിൽ 2 ഇലക്ട്രോൺസ്, പിയിൽ 6 ഇലക്ട്രോൺസ്, ഡിയിൽ 10 ഇലക്ട്രോൺസ്, എഫിൽ 14 ഇലക്ട്രോൺസ്. പ്രീവിയസ്ലി ചോദിച്ച ഒരു ടോപ്പിക് ആണിത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കണം. ഓക്കെ, സോ ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഈ സബ്ഷെൽ നൊട്ടേഷൻ നമ്മൾ പഠിച്ചു. ഇനി ഈ നൊട്ടേഷൻ അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഇലക്ട്രോൺസിന് ഇതിൽ ഫില്ല് ചെയ്യുന്നത് നമുക്ക് പഠിക്കണം. ഓക്കെ, സോ സബ്ഷെല്ലിൽ നമ്മൾ ഷെൽസിന്റെ കാര്യം, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ പഠിച്ചപ്പോൾ ഞങ്ങളോട് പറഞ്ഞു, നമ്മൾ എനർജി ഓർഡറിലാണ് ഫില്ല് ചെയ്യുന്നത്. ലോ എനർജിയുള്ള കെ ആദ്യം ഫില്ല് ചെയ്യും, പിന്നെ എൽ ഫില്ല് ചെയ്യും, പിന്നെ എം ഫില്ല് ചെയ്യും, പിന്നെ എൻ ഫില്ല് ചെയ്യും. ഒരിക്കലും ആദ്യം എൻ ഫില്ല് ചെയ്തിട്ട് അടുത്തതിൽ കെ ഫില്ല് ചെയ്തിട്ട് പിന്നെ എം ഫില്ല് ചെയ്തിട്ട് പിന്നെ അങ്ങനെയല്ല. ആ ഒരു പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട്, എനർജി ഓർഡറിൽ മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ. സോ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജീസ്. സോ ഷെല്ലിന്റെ ഓർഡർ എങ്ങനെയാണ്? കെ ലെസ് ദാൻ, എൽ ലെസ് ദാൻ, ലെസ് ദാൻ എൻ. സിമിലർലി സബ്ഷെൽ പെർട്ടിക്കുലർ ഓർഡർ ഉണ്ട്, പക്ഷെ ആ ഓർഡറിന്റെ കാര്യം നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് സബ്ഷെൽ ഇലക്ട്രോൺ ആഡ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതിന് എനർജി ഓർഡർ ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിക്കും. സോ ഓക്കെ, സോ സബ്ഷെൽ ഇലക്ട്രോണിൽ നമ്മൾ ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യുന്നത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ. സിമിലർലി വാട്ട് വി ഡിഡ് ഫോർ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വി ഷുഡ് ഡു ദ സെയിം ഫോർ സബ്ഷെൽസ് ഓൾസോ. സോ ഫസ്റ്റ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? If the atomic number Z is given, that will be equal to the number of electron. So it will be easy. Next, write the shell electronic configuration. ഇത് എപ്പോഴും നിർബന്ധമല്ല കേട്ടോ, നീ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടി തുടക്കത്തിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്തു നോക്കാം. പിന്നെ എങ്ങനെ എഴുതാം? സബ്ഷെൽ നൊട്ടേഷൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ റൈറ്റ് ദ ഷെൽ നമ്പർ ഓൺ ദ ലെഫ്റ്റ്, സബ്ഷെൽ നൊട്ടേഷൻ ഓൺ ദ റൈറ്റ്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഷെൽ ആണ് നമുക്ക് 1s എന്ന് എഴുതാൻ പറ്റും. സെക്കൻഡ് ഷെൽ ആണെങ്കിൽ 2s എന്ന് നമുക്ക് എഴുതാൻ പറ്റും, 2p എന്ന് എഴുതാൻ പറ്റും. തേർഡ് ഷെൽ ആണെങ്കിൽ 3s, 3p, 3d എന്നൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, ഇതിന് ശേഷം നമ്മൾ ഇലക്ട്രോൺസിന് സബ് ഷെൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എസ് സബ് ഷെല്ലിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് മാത്രമേ ഉള്ളൂ. പി സബ് ഷെൽ മോർ ദാൻ 6 വി കനോട്ട് ആഡ്. അതായത് ഇവിടെ 1s ആയിക്കോട്ടെ, 2s ആയിക്കോട്ടെ, 3s ആയിക്കോട്ടെ, 4s ആയിക്കോട്ടെ, എത്ര ആയാലും എസിൽ മാക്സിമം 2 ഇലക്ട്രോൺസ്. പിയിൽ അതുപോലെ 6 ഇലക്ട്രോൺസ്, മോർ ദാൻ 6 ഇലക്ട്രോൺസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അതുപോലെ 1 ഇപ്പൊ എസ് സബ്ഷെൽ ഫില്ലായി കഴിഞ്ഞാൽ മാത്രമേ പി സബ്ഷെല്ലിൽ പോകും. ഉദാഹരണത്തിന് 1s 2 ഇലക്ട്രോൺ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അടുത്ത 2s പോകും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ 3 പോകും. അതിൽ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ 4s പോകും. ഓക്കെ, അതുപോലെ തന്നെ ഫസ്റ്റ് ഷെല്ല് നിറഞ്ഞിട്ടാണ് സെക്കൻഡ് ഷെല്ല് പോവുക, അത് കഴിഞ്ഞ് തേർഡ് ഷെല്ല് പോവുക. അങ്ങനത്തെ ഒരു നിർബന്ധമില്ല. പക്ഷേ സബ്ഷെല്ലിന്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു സബ്ഷെൽ ഫിൽ ആയതിനു ശേഷം മാത്രമേ ജനറലി നെക്സ്റ്റ് സബ്ഷെല്ലിലേക്ക് പോകും. അതായത് 6 ഇലക്ട്രോൺസ് മാത്രമേ പിയിൽ കൊള്ളൂ. അതുപോലെ ഡി സബ്ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 10 ഇലക്ട്രോൺസ് മാത്രമേ കൊള്ളൂ. അതിപ്പം 3d ആയിക്കോട്ടെ, 4d ആയിക്കോട്ടെ, 5dയോ 6dയോ എത്രയോ ആയിക്കോട്ടെ, നമ്മളുടെ സബ്ഷെൽ അതായത് ഡിയിൽ ആകെ 10 ഇലക്ട്രോൺസ് മാത്രമേ പോസിബിൾ. എഫിന് സിമിലർലി ഓൺലി 14 ഇലക്ട്രോൺസ്, നോട്ട് മോർ ദാൻ 14 ഇലക്ട്രോൺസ്. സോ ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഉദാഹരണത്തിന് ഞാൻ സോഡിയം എടുക്കുകയാണ്. സോഡിയം ഒരു എലമെന്റിനെ നമ്മൾ എങ്ങനെ നൊട്ടേഷൻ ചെയ്യുന്നത്? എലമെന്റിന്റെ പേര് എഴുതുക, അതിന്റെ ബോട്ടം ലെഫ്റ്റ് കോർണറിലാണ് അതിന്റെ ആറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യുക. അതിന്റെ ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് അതിന്റെ മാസ് നമ്പർ ഡിനോട്ട് ചെയ്യുക. നിങ്ങൾ മാസ് നമ്പറിനെ പറ്റി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. തൽക്കാലം ഇങ്ങനെ എഴുതിയാലും മതി. എലമെന്റ് നെയിം, അതിന്റെ ബോട്ടം ലെഫ്റ്റ് കോർണറിൽ നമ്മൾ അതിന്റെ ആറ്റോമിക് നമ്പർ. സോ ആറ്റോമിക് നമ്പർ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 11 ഇലക്ട്രോൺസ് ഉണ്ട്. സോ അടുത്ത എന്താ? റൈറ്റ് ദ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എങ്ങനെ എഴുതുക? 2, 8, 1 എഴുതിയല്ലോ, എഴുതി. അപ്പൊ 2 ഫസ്റ്റ് ഷെല്ലാണല്ലോ, അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 1s എന്നാണ് നമ്മൾ ഫസ്റ്റ് ഷെൽ ഡിനോട്ട് ചെയ്യുക. എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 2 ഇലക്ട്രോൺസ്. അടുത്ത സെക്കൻഡ് ഷെൽ എത്രയാണ്? 2s ഉണ്ട്, അതുപോലെ തന്നെ 2p ഉണ്ട്. 2s എത്ര ഇലക്ട്രോൺസ് മാക്സിമം? ഇവിടെ 2 കഴിഞ്ഞു, ഇനി റിമൈനിങ് എത്രയാണ്? ഇനി 9 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെയും 2 വരും. പിയിൽ മാക്സിമം എത്രയാണ് പറ്റുക? ഇനി 6 മാത്രമേ പറ്റൂ. അപ്പം 6 + 2 8 ആയി. അപ്പൊ റിമൈനിങ് 1 എവിടെ പോകും? തേർഡ് ഷെൽ, മൂന്നാമത്തെ ഷെൽ 3s എന്ന് ഡിനോട്ട് ചെയ്യും.
എന്നിട്ട് നമുക്ക് എത്ര 1 എന്ന് എഴുതും. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. ഇത് കറസ്പോണ്ടിങ് ഓർഡറും കാര്യങ്ങളൊന്നും ഇപ്പൊ കൺഫ്യൂഷൻ ആവണ്ട. ജസ്റ്റ് നോ ഹൗ ടു ഫിൽ ദ ഇലക്ട്രോൺസ് ഇൻ സബ്ഷെൽസ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ കേസ് ഹൈഡ്രജൻ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കേസാണ്. ഹൈഡ്രജനിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 ആണ്. അതിന്റെ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ്? 1 തന്നെ. അപ്പം ഫസ്റ്റ് ഷെല്ലാണ്, ഒറ്റ ഇലക്ട്രോൺസ് ആണ്. അപ്പൊ ഷെൽ ഏതാണ്? അതിന്റെ കെ ഷെല്ലാണ്. കെ ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര സബ്ഷെൽ ഉണ്ട്? ഒരൊറ്റ സബ്ഷെല്ലാണ്. അതിനാണ് 1s എന്ന് നമ്മൾ എഴുതുക, അല്ലേ? അപ്പൊ അതിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? ഓൺലി സിംഗിൾ ഇലക്ട്രോൺ വിൽ ബി ദേർ, സോ ഇറ്റ് വിൽ ബി ഡിനോട്ടഡ് ആസ് 1s1. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് എടുക്കാം. അതായത് കാർബൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ കാർബണിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6 ഇലക്ട്രോൺസ് ഉണ്ട്. അതിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 4 ആണ്. അതിൽ എത്ര പോസിബിൾ സബ്ഷെൽസ് ഉണ്ട്? അതായത് 2 4. അവിടെ എന്തൊക്കെ ഷെൽസ് ഉണ്ട്? ഇവിടെ കെ ഉണ്ട്, അതുപോലെ തന്നെ എൽ ഷെൽ ഉണ്ട്. കെ ഷെല്ലിലാവുമ്പോൾ നമുക്ക് ഒരു സബ്ഷെൽ പോസിബിൾ ആണ്, എസ്. എൽ ഷെല്ലിലാവുമ്പോൾ എസും പിയും പോസിബിൾ ആണ്. നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 1s 2s 2p. So like we have discussed before, just add the electrons. So 1s എത്രയായിരിക്കും? 2 electrons. Remaining 4 electrons will be on the second shell. So 2 electrons will come here and the other 2 will be coming here. So 1s2, 2s2, 2p2 will be the electronic configuration or the electron filling of carbon. ഓക്കെ, അതിന് എനർജി ഓർഡർ ഒന്നും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇത് ക്ലിയർ ആയെങ്കിൽ നമുക്ക് ഇനി അടുത്തൊരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാം. കുറച്ച് എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്നാലും ഞാൻ ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് കേസ് ലെറ്റ്സ് ടേക്ക് നൈട്രജൻ. നൈട്രജന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 7 ആണ്. സോ 7 ഇലക്ട്രോൺസ് വിൽ ബി ദേർ. അപ്പൊ 7 ആകുമ്പോൾ നിങ്ങൾ ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതേണ്ട ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് എഴുതാം 2 5 എന്നാണ് വരിക. അപ്പൊ ഫസ്റ്റ് ഷെൽ എന്നിട്ട് 1s2, 2s2, 2p3. എങ്ങനെ വന്നു? ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ, സെക്കൻഡ് ഷെല്ലിൽ 2 + 3 5 ഇലക്ട്രോൺസ്. അടുത്ത ഫ്ലൂറിൻ, അറ്റോമിക് നമ്പർ 9. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി 9. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വിൽ ബി 1s2, 2s2, 2p5. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ? എന്താണ്? എസ് സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ, പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ വലിയ പോകും. അപ്പം ഈ 9ന് മുകളിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും 6ന് മുകളിൽ അവിടെ നമുക്ക് 7 ആഡ് ചെയ്യാൻ പറ്റില്ല. ആ 7th ഇലക്ട്രോൺ വിൽ ബി ഗോയിങ് ടു ദ നെക്സ്റ്റ് സബ്ഷെൽ ആൻഡ് ദ നെക്സ്റ്റ് ഷെൽ. ഓക്കെ, അതിവിടെ സോഡിയത്തെ കണ്ടോളൂ. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് 11 ആണ് അതിന്റെ ആറ്റോമിക് നമ്പർ. സോ 1s2, 2s2, 2p6, 3s1. See, 7th electron is coming to the third shell, that is denoted as 3s1. So aluminum 13 ആണ് aluminum electronic atomic number. So number of electrons will be 13. So 1s2, 2s2, 2p6, 3s2, 3p1. കണ്ടോ? 3s ഫിൽ ആയതിനു ശേഷം റിമൈനിങ് 1 ഇലക്ട്രോൺ വിൽ ബി ആഡ് ടു ദ 3p. ഇനി 3p ഫിൽ ആയി കഴിഞ്ഞാലാണ് നമ്മൾ അടുത്ത അതിന്റെ നെക്സ്റ്റ് സബ്ഷെല്ലിലൊക്കെ പോവുക. ഓക്കെ, അടുത്ത ക്ലോറിൻ നമുക്ക് നോക്കാം. ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? 17 തന്നെ ആയിരിക്കും. സോ 17 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? ആദ്യം നമുക്ക് 17 കുറച്ചുകൂടി വലിയ കേസ്, നമുക്ക് ഒന്നുകൂടി പഴയ മെത്തേഡ് ഒന്നുകൂടി ട്രൈ ചെയ്യാം. അപ്പൊ അതായിരിക്കും 2 8 7. ഇതാണ് അതിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ 2 പോസിബിൾ എത്രയാണ്? എസ് മാത്രമാണ്. ഇവിടെ എസും പിയും പോസിബിൾ ആണ്. അടുത്തതിൽ എന്തായിരിക്കും? എസും പിയും ഡിയും പോസിബിൾ ആണ്. സോ ആ ഓർഡറിലല്ലേ ഫില്ല് ചെയ്ത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ 1s2, 2s2, 2p6 അല്ലേ, 3s2, 3p5. സോ ടോട്ടൽ ഇലക്ട്രോൺസ് എത്രയായിരിക്കും? നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുന്നില്ല നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അത് എപ്പോഴും ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. സോ ആർഗൺ, ഫൈനലി ആർഗൺ 18 ആണ് അതിന്റെ ആറ്റോമിക് നമ്പർ. സോ 18 ഇലക്ട്രോൺസ് വിൽ ബി ദേർ. സിമിലർലി 1s2, 2s2, 2p6, 3s2, 3p6 ഇവിടെ ഫില്ലായി. സോ നെക്സ്റ്റ് ഇലക്ട്രോൺ 3p6ലേക്ക് കയറുമോ? ഇല്ലയോ? ഡെഫിനറ്റ്ലി ഇല്ല. നെക്സ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടേക്ക് പോകും? നെക്സ്റ്റ് ഇലക്ട്രോൺ അടുത്ത സബ്ഷെല്ലിലോട്ടാണ് പോവുക. പക്ഷേ ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ റാൻഡമായിട്ട് ഫില്ല് ചെയ്യേണ്ട ആ ഒരു ഓർഡർ നിങ്ങൾക്ക് പറഞ്ഞത്. അടുത്ത ഇപ്പം നെക്സ്റ്റ് 3D ആണെങ്കിൽ 3Dയിലോട്ടാണ് ഫില്ല് ചെയ്യേണ്ടത്. പക്ഷേ ഞാനിപ്പം ഡിസ്കസ് ചെയ്ത് എനർജിയായി ബന്ധപ്പെട്ട കാര്യങ്ങളേ അല്ല, നിങ്ങൾ എങ്ങനെ ഇലക്ട്രോൺസ് ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ പെർട്ടിക്കുലർ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ ഇപ്പം ആലോചിക്കേണ്ട. ഇപ്പം ജസ്റ്റ് നോ ഹൗ ടു ഫിൽ ഇലക്ട്രോൺസ് ഇൻ എ പെർട്ടിക്കുലർ സബ്ഷെൽ. ഓക്കെ, സോ ഇനി അവസാനം ഒരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ പൊട്ടാസ്യത്തിന്റെ ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എന്താ കണ്ടത്? 2 8 8 1 എന്നാണ് കണ്ടത്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഫസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്,
ദാറ്റ് മീൻസ് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്, എം ഷെല്ലിൽ 18 ഇലക്ട്രോൺസ്, എൻ ഷെല്ലിൽ 32 ഇലക്ട്രോൺസ് അല്ലേ? അപ്പം 2, 8 ഓക്കെ 10 ആയി. അപ്പൊ റിമൈനിങ് 9 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ 9 ഇലക്ട്രോൺസ് നമുക്ക് ഇവിടെ തന്നെ എഴുതിയാൽ പോരെ? എക്സ്പെക്ട് ചെയ്യുന്നതല്ലേ 2, 8, 9 എന്നാണ് വരേണ്ടത്. കാരണം 18 ഇലക്ട്രോൺസ് ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്ഥലം എം ഷെല്ലിലുണ്ട്. ബട്ട് സ്റ്റിൽ വി ആർ ഗെറ്റിംഗ് 2881 ഇൻസ്റ്റെഡ് ഓഫ് 289. സോ വൈ സോ? എന്താണ് അതിന്റെ കാരണം? നിങ്ങൾക്ക് സംശയം തോന്നില്ല ഇത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നതെന്ന്? സോ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു, വൈ ദിസ് ഡിഫറൻസ് ഇൻ കോൺഫിഗറേഷൻ ഒക്കേഴ്സ് ആൻഡ് ഹൗ വി ക്യാൻ അറേഞ്ച് ദി സബ്ഷെൽ ഇലക്ട്രോൺസ് ആസ് പെർ ദി എനർജി ഓർഡർ. ഷെല്ലിനെ പോലെ തന്നെ എനർജി ഓർഡർ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ക്യൂരിയസ് ആയി നിൽക്കുന്നുണ്ടാവും. വി വിൽ ഡിസ്കസ് ഓൾ ദിസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. സോ നമുക്ക് അവസാനമായിട്ട് ഒന്ന് സമ്മറൈസ് ചെയ്യാം. നമ്മൾ ഷെൽസ് എന്താണെന്ന് പഠിച്ചു, വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്ത് ആണ് ഷെൽസ് എന്ന് പഠിച്ചു. ഓരോ ഷെൽസിലും എന്താണ് സബ് ഷെൽസ് ആയിട്ട് നമ്മൾ കണ്ടു, സബ് എനർജി ലെവൽസ് കണ്ടു അല്ലെ? ഒരു സ്ഫെറിക്കൽ റീജിയൻ ആയിട്ട് ഞാൻ നിങ്ങളോട് ഇമേജിൻ ചെയ്യാൻ പറഞ്ഞു. ആ ഇമേജിൻ ചെയ്ത സ്ഫെറിക്കൽ റീജിയനിൽ തന്നെ ഒരുപാട് സബ് എനർജി ലെവൽസ് ഉണ്ട്. അവിടെ ആയിരിക്കും ഇലക്ട്രോൺ ഉണ്ടാവുക. ഈ സബ് എനർജി ലെവൽസ് തന്നെ ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും പ്രോബബിലിറ്റി കൂടിയ സ്ഥാനത്ത് നമ്മൾ എന്ത് പറയും? നമ്മൾ ഓർബിറ്റൽസ് എന്ന് പറയും. ഒരു ഓർബിറ്റൽ എത്ര ഇലക്ട്രോൺസ് ആയിരിക്കുന്നു? നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈക്വൽ ടു 2. ഒരു ഓർബിറ്റിൽ 2 ഇലക്ട്രോൺ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഷെല്ലിന് നമ്മൾ KLM എന്ന് ഡിനോട്ട് ചെയ്തു, സബ് ഷെല്ലിന് നമ്മൾ SPDF എന്ന് ഡിനോട്ട് ചെയ്തു. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ 2n² ആണ്. അപ്പോൾ നമ്മൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സബ് ഷെൽ എത്രയാണ്? എസിൽ 2, P നമുക്ക് 6 ഉണ്ട്, D 10 ഉണ്ട്, Fൽ ടോട്ടൽ ഓഫ് 14 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിന്റെ കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെ ഒരു സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഷെൽ നമ്പർ എഴുതുന്നു, റൈറ്റ് സൈഡിൽ സബ്ഷെൽ നമ്പർ എഴുതുന്നു. അത് കഴിഞ്ഞ് സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് അതിൽ കൊള്ളാവുന്ന ഇലക്ട്രോൺസ് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇതിനുള്ള മെത്തേഡ് എന്താണ്? ആദ്യം ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണുന്നു, ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു, ഷെൽ നമ്പർ റൈറ്റിൽ എഴുതുന്നു, ഷെൽ നമ്പർ ലെഫ്റ്റിൽ എഴുതുന്നു, സബ്ഷെൽ നൊട്ടേഷൻ അതിന്റെ റൈറ്റ് ആയിട്ട് എഴുതുന്നു, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആഡ് ഇലക്ട്രോൺ എവിടെ ആഡ് ചെയ്യുന്നു? സൂപ്പർ സ്ക്രിപ്റ്റ് ആയിട്ട് ആഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ? പിന്നെ ഒരു എലിമെന്റ് ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഷോർട്ട് ആയിട്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞായിരുന്നു. എന്താണ്? അതിന്റെ ലെഫ്റ്റ് ബോട്ടം കോർണർ, അതായത് ബോട്ടം ലെഫ്റ്റ് കോർണറിൽ നമ്മൾ അതിന്റെ ആറ്റോമിക് നമ്പർ എഴുതുന്നു. ആറ്റോമിക് നമ്പർ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ ഇത്രയൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ. Manorama Horizon. Learning made simple.